ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ്. സോ ഞാൻ അസ്ദേ പോവാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. മീറ്റ്, ഫിഷ്, ചിക്കൻ അങ്ങനെ എല്ലാം വാങ്ങിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്തിട്ട് വരാം. വേറെ ഒന്നും കഴിക്കാനില്ലാത്ത കാരണം നമുക്ക് അതൊക്കെ പെട്ടെന്ന് ചെന്ന് വാങ്ങിച്ച് വന്നിട്ട് നമുക്ക് ഇന്ന് ഡിന്നറും കൂടെ കുക്ക് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പോകുന്നത് മിൽട്ടൺ ടെറസിലോട്ടാണ്. അവിടെ ചെന്നിട്ട് വേണം നമുക്കൊരു ബസ് എടുത്തിട്ട് ഒരു 1.2 മൈൽസേ പോകാനുള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് അവിടെ എത്തും. ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനകത്ത് ബസ് വരും. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഷെൽട്ടർ, ബസ് ഷെൽട്ടർ. നല്ല ഷെൽട്ടറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാം കുറച്ച് സമയം. അസ്തയിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു എന്താ പറയുക മാള് പോലെ ഉള്ള ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് തോന്നുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അസ്തയിലോട്ടാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് നമുക്ക് ഗ്രോസറി ആണല്ലോ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ അത് ഇവിടെ ഒരു സൂപ്പർ സ്റ്റോർ ഉണ്ട് അസ്തയുടെ. അപ്പോൾ നമുക്ക് അവിടെ കയറി നോക്കാം എന്തൊക്കെ വാങ്ങിക്കാന്നുള്ളത്. ഈ ഒരു അസ്തയിലൊക്കെ ഒരുപാട് റെഡിമെയ്ഡ് ഫുഡ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇന്ത്യൻ ഫുഡ്, ലൈക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ മദ്രാസ് വിത്ത് പുലാവ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള പലതരം റെഡിമെയ്ഡ് ഫുഡ്സ് ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു ഇവിടെ അങ്ങനെയുള്ള ഫുഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യോഗട്ടാണ് എടുത്തിട്ടുണ്ടായത്. ബിക്കോസ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള യോഗട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ബ്രെഡ് വാങ്ങി, ബണ്ണ് വാങ്ങിച്ചു. പിന്നെ പലതരം ഫിഷുകളായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായത്. ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായത് ചിക്കൻ ഡ്രം സ്റ്റിക്കാണ്. ഫിഷിൻ്റെ അകത്ത് പിന്നെ മസിൽസ് ഉണ്ടായിരുന്നു, ബാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായത് ബാസയാണ് ഈ പ്രാവശ്യം ഒരു ട്രയലിന്. പ്രോൺസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു. പിന്നെ മസിൽസ് ഇതുവരെയും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എനിക്കിഷ്ടമുള്ളത് കാരണം ഒരിക്കൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ വീക്കിൽ എൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ സെൽഫ് ചെക്കൗട്ടാണ് ഇവിടെ പൊതുവേ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ സെൽഫ് ചെക്കൗട്ടൊക്കെ ചെയ്ത് എല്ലാ പേയ്മെൻറ്റും എല്ലാം തീർത്തു. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു നല്ലൊരു പാർക്ക് കണ്ടായിരുന്നു, നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. അങ്ങനെ ഞാൻ ആ ഒരു പാർക്കിലൊക്കെ കുറച്ച് സമയം പോയി ഇരുന്ന് കുറച്ച് വാങ്ങിച്ച ജ്യൂസൊക്കെ കുടിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഈവനിങ്ങിൽ ആതിര ചേച്ചീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. അത് ആക്ച്വലി ജോർജ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല സെൻട്രൽ തന്നെയായിരുന്നു. എനിക്കിവിടെ ബസ്സിന് 1 hour ഡിസ്റ്റൻസ് ഉണ്ട് സിറ്റി സെൻറ്ററിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സിറ്റി സെൻറ്ററിൽ പോകാനായിട്ട്.
സമയത്ത് ഇവിടെ ആക്ച്വലി പറഞ്ഞാൽ നല്ല ഹെറിറ്റേജ് ബിൽഡിങ്സും പിന്നെ നല്ല പൂക്കളും പിന്നെ ഒരുപാട് പബ്ബും ബാറും അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടെ ഉള്ളൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ സിറ്റി സെൻറ്ററിൽ. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നിടത്തൊന്നും ഇത്രയും ആക്റ്റീവോ ഇത്രയും നല്ലൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് ഒന്നും അല്ല. പക്ഷേ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നല്ല ഹെറിറ്റേജ് ബിൽഡിംഗ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വാക്കിന് പറ്റിയൊരു ഈവനിങ് വാക്കിന് പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജോർജ് സ്ട്രീറ്റിൽ തന്നെ ഉള്ള ഒരു കഫേയിലാണ്, ചായ്വാല എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി ഒരു ഇന്ത്യൻ ടച്ചുള്ളൊരു കടയാണ്. ഇവിടെ ചായയൊക്കെ കിട്ടും. ഞാൻ ആക്ച്വലി മാംഗോ ലസ്സിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഒരു കിഡ്സ് മീലും നഗറ്റ്സിൻ്റെ അതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു സിറ്റി വാക്ക് ആവാമെന്ന് ചേച്ചിയുടെ ഒപ്പം. ചേച്ചി ആക്ച്വലി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം താമസിച്ചിട്ടുണ്ടായത്. അങ്ങനെ എനിക്കതൊക്കെ കാണിച്ചു തന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് മെർച്ചൻറ്റ് സ്ക്വയർ എന്ന് പറയുന്നൊരു സ്ക്വയറിലോട്ടാണ്. ഇവിടെ നിറയെ ഒരു ഫുഡ് കോർട്ട് പോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും പബ്സൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായത്. നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ അതിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ ഇവിടുത്തെ ഗ്ലാസ്കോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലാസ്കോ വാൾ മ്യൂറൽസ് ആണ്. അങ്ങനെ ഒരുപാട് വാൾ മ്യൂറൽസ് ഉണ്ട് പല സിറ്റി വാൾസിലും. അതൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നടത്തം വീണ്ടും തുടർന്നു. അങ്ങനെ കുറച്ച് നടന്നപ്പോഴാണ് ഞങ്ങൾ കണ്ട് ഒരു മെർച്ചൻറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, ഫുഡ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ഡാൻസും പരിപാടികളും ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അതിലൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി നടന്ന് നോക്കിയായിരുന്നു എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഫ്ലീ മാർക്കറ്റ് പോലുള്ളൊരു സെറ്റപ്പായിരുന്നു. അവിടെ ഒരുപാട് സ്റ്റഫ്ഡ് കുക്കീസ്, ലോഡ് ഫ്രൈസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടത്തം വീണ്ടും തുടർന്നു. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ്ഗോ കത്തീഡ്രൽ കാണാൻ വേണ്ടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ നടത്തത്തിൻ്റെ ഒടുവിൽ ഞങ്ങൾ ഗ്ലാസ്ഗോ കത്തീഡ്രൽ കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കത്തീഡ്രലായിരുന്നു. അതിൻ്റെ അകത്തോട്ടേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി കൂടെ നടന്ന് ഞങ്ങൾ നേരെ പോയത് അതിൻ്റെ സെമെട്രീൻ്റെ മേളിലോട്ടാണ്. അവിടെ മേളിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ ഗ്ലാസ്ഗോ സിറ്റി വ്യൂ ഉണ്ടായിരുന്നു. സോ അതൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ടും കൂടെ ആയതുകൊണ്ട് ഒരു ചെറിയൊരു തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു നടക്കുമ്പം. അതുകൊണ്ട് നല്ല രസത്തിൽ ഞങ്ങൾ നടന്നു.
അങ്ങനെ പിന്നെ കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ നടന്നത് ഒരു പബ്ബിലേക്കാണ്. ഇവിടെ ഫ്രൈഡേ ഈവനിങ്സൊക്കെ ആയത് കാരണം പബ്ബിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ബിക്കോസ് ഇവിടുത്തെ ഒരു കൾച്ചർ പ്രകാരം എല്ലാവരും ഫ്രൈഡേ ഈവനിങ്സിൽ പബ്ബിലൊക്കെ വന്ന് എൻജോയ് ചെയ്യും. സോ അങ്ങനെ ഞങ്ങൾ പബ്ബിൽ പോയി. ഞങ്ങളൊരു നോൺ ആൽക്കഹോളിക് സൈഡറായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായത് കുടിക്കാൻ വേണ്ടിയിട്ട്. അത് സ്ട്രോബെറി ഫ്ലേവറിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഭയങ്കര രസമുണ്ടായിരുന്നു. അകത്ത് തന്നെ അവർ മരങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് അവിടെ തന്നെ ലൈവ് കൺസേർട്ടും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും കൂടെ കുറച്ച് നേരം ആസ്വദിക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് സമയം ഒത്തിരി 9 മണിയൊക്കെ ആയി. അപ്പോൾ ഇനി 11 മണി വരെ ബസ് ഉണ്ടാവത്തുള്ളൂ എൻ്റെ സ്ഥലത്തോട്ടേക്ക്. അതായത് കാരണം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇറങ്ങാമെന്ന്. അത്ര ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ തന്നെയുള്ള വേറെ വിശേഷങ്ങളുമായിട്ട് ഓടി വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ.